വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. പെരുവമ്പാടത്ത് കാട്ടാന വീണ്ടും എത്തി. കൃഷി വ്യാപകമായി നശിപ്പിച്ചു. ചുണ്ടക്കാട്ടിൽ ചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് 10ഓളം തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചത്. എടക്കോട് വനമേഖലയിൽ നിന്നും രാത്രിയാകുന്നതോടെ കാട്ടാനകൾ പെരുവമ്പാടത്തെ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. അപകടകാരിയായ മൊഴയാനക്ക് പുറമെ 3 കാട്ടാനകൾ കൂടി ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. റബ്ബർ, തെങ്ങ്, കമുങ്ങ്, വാഴകൾ ഉൾപ്പെടെ മുഴുവൻ കൃഷികളും കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. കർഷകരുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും വനം വകുപ്പ് നടപടികൾ പേരിനു മാത്രമാണ്. പെരുവമ്പാടം മേഖലയിൽ 50 വർഷത്തിലേറെയായി ജനങ്ങൾ താമസിച്ചു വരുന്ന പ്രദേശമാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ മേഖലയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിൽ പെരുവമ്പാടത്ത് വനം ഔട്ട്പോസ്റ്റ് ഉണ്ടെങ്കിലും വനം ഓഫീസ് പരിസരത്തുൾപ്പെടെ കാട്ടാനകൾ എത്തുകയാണ്. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പി.കെ. ബഷീർ എം.എൽ.എ യോഗം വിളിച്ചു ചേർക്കുകയും അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല. ചാലിയാർ പഞ്ചായത്തിലെ ആലോടി, കാനക്കുത്ത്, വൈലാശ്ശേരി, കല്ലുണ്ട, മയിലാടി, മൂലേപ്പാടം, വെട്ടേക്കോട്, പൈങ്ങാക്കോട്, പൊയിലായി, ചുള്ളിയോട്, പണപ്പൊയിൽ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.